ഫസ്റ്റ് ഉണ്ടപ്പൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്ത കോഡ് ഏതാണ്? ഡുഹ. അപ്പോൾ എന്താണ് ഡുഹ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉണ്ടപ്പൻ ഈ കോഡുകളൊക്കെ യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളോട് ഓരോ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് കേട്ടോ. പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നല്ല. ഉണ്ടപ്പനക്ക് എന്താ വേണ്ടത്? ഓരോ ഐറ്റംസ് സാധനങ്ങൾ വേണം. ഉണ്ടപ്പൻ്റെ വീട് മൊത്തം പല പല ഐറ്റംസാണ്. ഓരോ വീട്ടിലൊക്കെ കയറി ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണോ സാധനങ്ങളുള്ളത് അതൊക്കെ എടുത്ത് ഉണ്ടപ്പൻ പോകും. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ മാത്രം ചോദിക്കലാണ് ഉണ്ടപ്പൻ്റെ ഡ്യൂട്ടി. പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് ഉണ്ടപ്പൻ ചോദിക്കാറില്ല. അപ്പോൾ ഉണ്ടപ്പൻ ആദ്യം യൂസ് ചെയ്ത കോഡ് നമുക്ക് ഫസ്റ്റ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഉണ്ടപ്പൻ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്ത കോഡാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഏതാണ്? ഡുഹ അല്ലേ? ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടപ്പൻ ഡുഹ എന്ന് ഉപയോഗിക്കും. ആളുകളില്ലെങ്കിൽ ഈസ് ദർ. ഉണ്ടപ്പൻ ഈസ് ധർമ്മജൻ എന്നാണ് പറയാം കേട്ടോ. ഓക്കെ, ഉണ്ടപ്പൻ ധർമ്മജൻ്റെ ഭയങ്കര ആരാധകനാണ്. ഓക്കെ, അപ്പോൾ ഉണ്ടപ്പൻ യൂസ് ചെയ്ത കോഡിൻ്റെ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉണ്ടപ്പൻ ഡുഹ എന്നാണ് യൂസ് ചെയ്തത്, അതായത് ഡു യു ഹാവ്. ഓക്കെ, അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഒരാളോട് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഉണ്ടപ്പൻ യൂസ് ചെയ്ത സെയിം കോഡ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഡുഹ. ഡുഹ എന്ന് പറഞ്ഞാൽ ഡു എന്ന് പറഞ്ഞാൽ ഡു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിനെ. അപ്പോൾ നിങ്ങൾക്കുണ്ടോയെന്നാണെങ്കിൽ യു ആഡ് ചെയ്യണം, അവർക്കുണ്ടോയെന്നാണെങ്കിൽ ദേ ആഡ് ചെയ്യണം, നമുക്കുണ്ടോയെന്നാണെങ്കിൽ വി ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്താണോ അത് അവിടെ ആഡ് ചെയ്യുക. പിന്നെ ഹാവ്. ഹാ എന്ന് പറഞ്ഞാൽ ഹാവ് എന്നതിലേക്കുള്ള സൂചന കേട്ടോ. ഇപ്പോൾ ഡുഹ എന്താണെന്ന് മനസ്സിലായില്ലേ? ഡു യു ഹാവ്. HA എന്നുള്ളത് ഹാവിൻ്റെ ഷോർട്ടാണ്. ഉണ്ടപ്പൻ യൂസ് ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ. ഡുഹ, ഡു യു ഹാവ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒരാളോട് ഡു യു ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എങ്ങനെ അദ്ദേഹം പറയാം? യെസ് ഐ ഹാവ്. ഇല്ല എന്നാണെങ്കിലോ? നോ ഐ ഡോണ്ട് ഹാവ്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടോ എന്ന് തന്നെ ചോദിക്കുക. ഡു യു ഹാവ്? ആൻസർ ഇങ്ങനെ പറയാം, യെസ് ഐ ഹാവ്, നോ ഐ ഡോണ്ട് ഹാവ്. ഉണ്ടപ്പൻ യൂസ് ചെയ്ത കോഡ് ഡുഹ. ഡുഹ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിൽ കാറുണ്ടോ എങ്ങനെ ചോദിക്കാം? ഉണ്ടപ്പൻ്റെ കോഡ് വെച്ചിട്ട് ഡുഹ അല്ലേ? ഡു യു ഹാവ് എ കാർ? ഡു യു ഹാവ് എ കാർ? യെസ് ഐ ഹാവ് എ കാർ, നോ ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇവിടെ ഉണ്ടല്ലേ? ഡു യു ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സാധനത്തിൻ്റെ പേര് ഇവിടെ ആഡ് ചെയ്തു അല്ലേ? വളരെ സിമ്പിളാണ് കേട്ടോ. സാധനങ്ങളെ ചേർക്കാൻ പാടുള്ളൂ, ക്രിയകൾ ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഐ ഹാവ് നോ കാർ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. നിങ്ങൾക്ക് തലവേദന ഉണ്ടോ? ഡുഹ അല്ലേ? ഡു യു ഹാവ് എ ഹെഡ് ഏക്ക്? യെസ് ഐ ഹാവ് ഹെഡ് ഏക്ക്, നോ ഐ ഡോണ്ട് ഹാവ് ഹെഡ് ഏക്ക്. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഡുഹ. ഡു യു ഹാവ് ബാങ്ക് അക്കൗണ്ട്? യെസ് ഐ ഹാവ് ബാങ്ക് അക്കൗണ്ട്, നോ ഐ ഡോണ്ട് ഹാവ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രമാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് അവർക്കുണ്ടോ, നമ്മൾക്കുണ്ടോ, അവനുണ്ടോ, അവൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സെൻറ്റൻസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം.